നബിക്ക് പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയ ധാരാളക്കണക്കിന് ഉപദേശ നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലത് സഹാബികൾ പ്രവാചകനോട് ആവശ്യപ്പെട്ട ഉപദേശങ്ങളാണ്. ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് സഹാബികൾ ചോദിച്ചു വാങ്ങിയ ഉപദേശങ്ങൾ തേടിയതാണ്. ചിലത് പ്രവാചകൻ അങ്ങോട്ട് അവരെ ഉപദേശിച്ചതാണ്. ആ കൂട്ടത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂദർദ റളിയല്ലാഹു അൻഹു ഇവർക്ക് നൽകിയ ഉപദേശങ്ങൾ ഏറെ പ്രാധാന്യമുള്ള ഉപദേശങ്ങളാണ്. മുആദ് ബിൻ ജബൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്കു നൽകിയ 10 ഉപദേശങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ 10 ഉപദേശങ്ങൾ ഒറ്റ ഹദീസിലാണ് വന്നിരിക്കുന്നത്. ഇമാം അഹ്മദ് റഹ്മഹുല്ല ഉദ്ധരിച്ച ഇമാം അഹ്മദ് റഹ്മഹുല്ലയുടെ മുസ്നദിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ്. അവിടെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അശ്രി കലിമാത്തിൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ എന്നെ 10 കാര്യങ്ങൾ കൊണ്ട് 10 കാര്യങ്ങൾ എനിക്ക് ഉപദേശമായി നൽകി, എന്നെ ഉപദേശിച്ചു. ആ 10 ഉപദേശങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തത് മുആദ് ബിൻ ജബൽ പറയാണ്, പ്രവാചകന്റെ 10 ഉപദേശങ്ങളിൽ അതിലേറ്റവും ഗൗരവമേറിയതായിരിക്കും ഒന്നാമത് പ്രവാചകൻ കൊണ്ടുവരിക. അങ്ങനെ ഒന്നാമത് പ്രവാചകൻ എന്നെ ഉപദേശിച്ചത് ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ വഇൻ ഖുതിൽത വഹുരിഖത. ഇതാണ് എനിക്ക് ആദ്യം പ്രവാചകൻ നൽകിയത്. ഇത് മുആദ് ബിൻ ജബലിന് മാത്രമല്ല, ലോകത്തെല്ലാവർക്കുമായി പ്രവാചകൻ നൽകിയ 10 ഉപദേശങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം കേൾക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ്, പ്രവാചകൻ ഈ 10 കാര്യങ്ങൾ കൊണ്ട് എന്നെ ഉപദേശിച്ചു. അതിൽ ഒന്നാമത്തെ എന്താണ്? ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ. അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ഇതാണ് എനിക്ക് ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശം. എന്നിട്ട് അതിന്റെ കൂടെ പ്രവാചകൻ പറഞ്ഞെന്താണ്? വൈൻ ഖുതിൽത വഹുരിഖത. നീ വെട്ടിക്കൊല ചെയ്യപ്പെട്ടാലും, നീ കത്തിച്ചു ചാമ്പലാകേണ്ടി വന്നാലും, നീ ഒരിക്കലും അല്ലാഹുവിൽ ശിർക്ക് വെക്കരുത്, പങ്കാളികളെ നിശ്ചയിക്കരുത് എന്നതായിരുന്നു. അപ്പോൾ നോക്കിയ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, ജാഗ്രത കൈക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് പ്രവാചകൻ ഒന്നാമത് കൊടുത്തത്. എന്താണ്? ശിർക്കിനെ പറ്റിയാണ് നമുക്ക് ഏറ്റവും വലിയ ജാഗ്രത. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ കുറ്റം. ഇതാണ് ലോകത്ത് കടന്നു വന്ന സർവ അമ്പിയാക്കളും അവർക്ക് വഹ്യു നൽകപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യരുത് എന്ന കാര്യം. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു ആ കാര്യം പറയുന്നുണ്ട്. വലഖദ് ഊഹിയ ഇലൈക. പ്രവാചകനോട് അല്ലാഹു പറയാണ്, വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ താങ്കൾക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ വഹ്യ്? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുന്നതായാൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും, പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോവുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ പലപ്പോഴും ആളുകൾ പറയുന്നത് ശിർക്കും തൗഹീദും എന്തിനാണ് ഇത്ര അധികം അല്ലെങ്കിൽ ഇത്ര ഗൗരവത്തിൽ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യമാണ് യഥാർത്ഥത്തിൽ തൗഹീദ് പിഴച്ചു പോവുക, ശിർക്കിലേക്ക് ഒരാൾ പോവുക എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ്. സൂറത്തു നിസാ 48, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല. വയഗ്ഫിറു, എന്നാൽ അവൻ പുറത്തു തരുന്നതാണ്. മാ ദൂന ദാലിക ലിമൻ യശാ, അതിനു പുറമെയുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ വാചകം എന്താണ്? ശിർക്ക് ചെയ്യരുത് എന്നതല്ല. നീ കൊല ചെയ്യപ്പെടേണ്ടി വന്നാലും, വെട്ടി വീഴ്ത്തപ്പെടേണ്ടി വന്നാലും, കത്തിച്ചാമ്പലാക്കപ്പെടേണ്ടി വന്നാലും അള്ളാഹുവിൽ ഒരു തരി ശിർക്ക് വെക്കരുത് ജീവിതത്തിൽ. ഇതായിരുന്നു മുആദ് ബിൻ ജബലിന് ആദ്യം നൽകിയ ഉപദേശം. ചരിത്രത്തിൽ എത്രയെത്ര വലിയ വലിയ ചരിത്രങ്ങളാണ്, മഹാരഥന്മാരുടെ അമ്പിയാക്കളുടെ ചരിത്രമാണ്.
ശിർക്കിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റോ ഒരു സഹകരണമോ ഇല്ല എന്നതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട എത്ര ആളുകൾ. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന 7 യുവാക്കളുടെ ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ. ആരായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്? അവരുടെ ഗുഹയുടെ ആളുകളാണ് എന്ന് നമ്മൾ പറയുന്നു, ഗുഹാവാസികളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്തായിരുന്നു അവർ? ആരായിരുന്നു അവർ? എന്തിനായിരുന്നു അവർ ഗുഹയിൽ അഭയം തേടിയത്? അവിടെയും തൗഹീദിന്റെ പാഠമാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, നാം നിങ്ങൾക്കിതാ സത്യസന്ധമായി ഈ വിവരം അസ്ഹാബുൽ കഹ്ഫിന്റെ ആ കഥ നിങ്ങൾക്ക് വിവരിക്കുകയാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, തീർച്ചയായും അവരൊരു സംഘം യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കൽ വിശ്വസിച്ച ഈമാനുള്ള തൗഹീദുള്ള ഒരു സംഘം യുവാക്കളായിരുന്നു. വസിദ്നാഹും ഹുദാ, അവർക്ക് സന്മാർഗം നാം അധികരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവിടുത്തെ അസ്ഹാബുൽ കഹ്ഫ് ജീവിച്ച നാട്ടിലെ രാജാവ് ദഖിയാനൂസ് എന്ന് പറയുന്ന വിഗ്രഹാരാധനക്ക് ആളുകളെ നിർബന്ധിക്കുന്ന ഒരു രാജാവ്, ഒരു ഭരണാധികാരി. ആ വിഗ്രഹാരാധന നടത്താത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല, അവരെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ആക്രമിക്കും, അവരെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയ ആ നാട്ടിൽ ആ ഭരണാധികാരിയുടെ കീഴിൽ 7 ചെറുപ്പക്കാർ അവരെന്ത് ചെയ്യാണ്? അതിന് വഴിപ്പെടാതിരിക്കുകയാണ്. അവര് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി അവര് പറഞ്ഞ വാചകാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന അൽ കഹ്ഫിലെ 14-ാമത്തെ ആയത്. എന്താ അവര് പറഞ്ഞത്? വറബത്നാ അലാ ഖുലൂബിഹിം, അല്ലാഹു പറയാണ് അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി. ഇത് ഖാമു, എന്നിട്ട് അവർ എഴുന്നേറ്റ് നിന്നു. ആരുടെ മുമ്പിലാണ് എഴുന്നേറ്റ് നിന്നത്? ഭരണാധികാരിയുടെ മുമ്പിൽ, കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നു. അവരെ ബഹിഷ്കരിക്കും, കൊല ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അവരോടാണ് പറയുന്നത് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ് എന്ന് മാത്രമല്ല ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ, അല്ലാഹുവിന് പുറമെ ഒരു ആലിഹത്തിനോടും ഒരു ദൈവത്തോടും ഒരു ആരാധ്യനോടും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. ഇത് ധൈര്യപൂർവം പ്രഖ്യാപിച്ചിട്ട് ഗുഹയിലേക്ക് അഭയം തേടിയ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. എന്തിനാണ്? ശിർക്കിന് വഴിപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. അസ്ഹാബുൽ ഉഖ്ദൂദ്, ഒരു കിടങ്ങിലേക്ക് വലിയ കുഴി കുഴിച്ച് അവിടെ ആളുകളെ ചുട്ടുകൊന്ന അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ പുത്തിലെ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് നമ്മൾ പഠിക്കുന്ന അസ്ഹാബുൽ ഉഖ്ദൂദ് എന്തിനു വേണ്ടിയാണ് അവർ കൊല ചെയ്യപ്പെട്ടത്? അവർ ഈ തൗഹീദിന്റെ വിഷയത്തിലാണ്. ശിർക്ക് ചെയ്യാൻ സന്നദ്ധരല്ല എന്നതിന്റെ പേരിലായിരുന്നു. ശരീരത്തിലെ മാംസങ്ങൾ ഒന്നായി അറുത്തെടുപ്പെടുമ്പോഴും അവർ ചില പ്രവാചകന്മാരെ നടുക പിളർന്നു കളഞ്ഞു. അതേപോലെ അവരെ വലിയ കിണറുകളിലേക്കിട്ട് അത് മൂടിക്കളഞ്ഞു. ഇങ്ങനെയെല്ലാം വലിയ വലിയ അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചത് എന്തിനായിരുന്നു? ശിർക്ക് ചെയ്യാൻ സന്നദ്ധരല്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് അത് ഗൗരവമായി കാണുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കുടുംബം എന്തു പറയും, നാട്ടുകാർ എന്തു പറയും, ഭർത്താവ് എന്തു പറയും, ഭാര്യ എന്തു പറയും, കൂട്ടുകാരെന്തു പറയും, അതൊന്നും വിഷയമേ അല്ല. നമ്മുടെ തൗഹീദ് അത് നമുക്ക് പാരത്രിക ലോകത്ത് ഉപകാരപ്പെടേണ്ട, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ നിലപാടിൽ മരിച്ചില്ലെങ്കിൽ നമുക്ക് നാളെ നരകമായിരിക്കുമെന്നാണ്. ആസിയ റളിയല്ലാഹു അൻഹ, എന്തായിരുന്നു അതിന്റെ ചരിത്രം? ഫിർഔൻ മൂസാ നബി കൊണ്ടുവന്ന ഏകദൈവ ആരാധനയിൽ നിന്ന് ഫിർഔനും റബ്ബാണ്, ലോകത്തിന്റെ റബ്ബാണെന്ന ആ ശിർക്കൻ വാദത്തിലേക്ക് നിർബന്ധിച്ചപ്പോൾ അവിടെ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തതിന്റെ പേരിലാണ് രക്തസാക്ഷിയായി മാറിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ ഉപദേശം അതായിരുന്നു മുആദ് ഇബ്നു ജബൽ, ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഖുതിൽത വഹുരിഖത, കൊല ചെയ്യപ്പെടേണ്ടി വന്നാലും ശിർക്ക് ചെയ്യരുത്. രണ്ടാമത് പ്രവാചകൻ നൽകിയ ഉപദേശം എന്താ അറിയോ? മുആദ് ഇബ്നു ജബൽ പറയാണ്, എന്നെ പ്രവാചകൻ ഉപദേശിച്ചത് വലാ തഉഖന്ന വാലിദൈക വഇൻ അമറാക അൻ തഖ്റുജ മിൻ അഹ്ലിക വമാലിക. ഇതാണ് എന്നെ റസൂൽ ഉപദേശിച്ചത്. നമ്മൾ വിശദമായി കഴിഞ്ഞൊരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. കുടുംബവും സ്വത്തും വിട്ടുപോവാൻ മാതാപിതാക്കൾ പറഞ്ഞാലും നീ അവരെ ധിക്കരിക്കരുത്. മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. പ്രവാചകന്റെ ഈ ഉപദേശങ്ങൾ ഏറെ പ്രസക്തമാണ്. അവസാന കാലത്ത് ഇങ്ങനെയുള്ളവർ അധികരിക്കുമെന്ന പ്രവാചകന്റെ പ്രവചനങ്ങൾ. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ഒരു നിലക്കും അവർ നിന്റെ സ്വത്തും കുടുംബവും എല്ലാം വിട്ടുപോവാൻ പറഞ്ഞാലും നീ അവരെ ധിക്കരിക്കരുത് എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് നൽകിയ ഉപദേശം എന്നുള്ളതാണ്. അതിൽ നമ്മൾ മുൻഗാമികൾ ശ്രദ്ധിച്ച ആ സൂക്ഷ്മതയും ശ്രദ്ധയുമെല്ലാം
വിശദമായി പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. ഇതാണെന്ന് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ ഉപദേശം. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് വലാ തത്റുകന്ന സ്വലാത്തൻ മക്തൂബത്തൻ, നിർബന്ധ നമസ്കാരങ്ങൾ മുതഅമ്മിദൻ, നിർബന്ധ നമസ്കാരങ്ങൾ ബോധപൂർവം എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്, അത് ഒഴിവാക്കരുത്. ഫഇന്നമൻ തറക സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ, ആരെങ്കിലും ഫർള് നമസ്കാരം, നിർബന്ധ നമസ്കാരം ബോധപൂർവം മനഃപൂർവ്വം ആരെങ്കിലും അതിൽ നിന്ന് ഉപേക്ഷ വരുത്തിയാൽ, പ്രവാചകന്റെ ഉപദേശമാണ് ഫഖദ് ബരിഅതു മിൻഹു ദിമ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവൻ ഒഴിവായി. ഒരാള് നിർബന്ധ നമസ്കാരത്തിൽ വീഴ്ച വരുത്തി, അവൻ അത് ഉപേക്ഷിച്ചു, മനഃപൂർവ്വം ഉപേക്ഷിച്ചു, മറവിയല്ല, അല്ലെങ്കിൽ അവൻ ഉറക്കമല്ല, ഇത് ഒരാളുടെ പരിധിയിൽപ്പെടാത്ത കാരണത്തിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്, ബോധപൂർവമല്ലാതെ സംഭവിക്കുന്നതാണ്. എന്നാൽ മനഃപൂർവ്വം ഒരാൾ നിർബന്ധ നമസ്കാരത്തിൽ വീഴ്ച വരുത്തി, അവനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായി എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ എത്രയെത്ര ആയത്തുകൾ, പ്രവാചകന്റെ ഹദീസുകളാണ് നമസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം നമ്മളോട് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നു. ഉന്നതമായ സ്വർഗം അത് അനന്തരമെടുക്കാൻ കഴിയുന്നവരെ പറ്റി സൂറത്തു മുഅ്മിനൂനിന്റെ ആയത്തുകളിൽ 9-10 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു. എന്താണ്? വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷ്മത പാലിച്ചു പോരുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ പറ്റി ഖുർആൻ അടുത്തായിട്ട് പറഞ്ഞെന്താ? ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കുന്നവർ. എന്താണ് അനന്തരം എടുക്കുന്നവർ? എന്താണ് അനന്തരം എടുക്കുക? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവർ സ്വർഗത്തിലെ ഫിർദൗസ് ആണ് അനന്തരം എടുക്കുന്നത്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതന്മാരാണ്. ആരാണ്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു പോരുന്നവർ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, അവർക്ക് മഹത്തായ പ്രതിഫലമാണ്. റസൂൽ പറഞ്ഞു മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ, ആരെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയാൽ, ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ അവന് നൂറുണ്ട്, പ്രകാശമുണ്ട്, ബുർഹാനുണ്ട്, അവന് പ്രമാണമുണ്ട്, വനജാത്തൻ, അവന് രക്ഷയുണ്ട്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. എന്നിട്ട് റസൂൽ പറഞ്ഞു വമൻ ലം യഹ്ഫദ് അലൈഹ, എന്നാൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ലയോ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, സൂക്ഷ്മത പാലിക്കാതിരിക്കുകയാണോ, ലം യകുൽ ലഹു നൂറുൻ, അവന് പ്രകാശമില്ല, വലാ ബുർഹാനുൻ, അവനൊരു പ്രമാണവുമില്ല, വലാ നജാത്തുൻ, അവനൊരു രക്ഷയുമില്ല. എന്നിട്ടോ വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ, അവൻ നാളെ ഖിയാമത്ത് നാളിൽ ഖാറൂനിന്റെ കൂടെയാണ് വരുന്നത്. അവന്റെ കൂട്ടുകാരാരാണ്? ഖാറൂനാണ്, വ ഫിർഔൻ, ഫിർഔനാണ്, വ ഹാമാൻ, ഹാമാനാണ്, വ ഉബയ്യ് ബിൻ ഖലഫ്, ഉബയ്യ് ബിൻ ഖലഫാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ഏറ്റവും വലിയ കടുത്ത ധിക്കാരികൾ, ഖുർആൻ ലഅനത്ത് ചൊല്ലിയ ആളുകളാണ് നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളുടെ കൂട്ടുകാർ. നാളെ പരലോകത്ത് ഇവരുടെ ഒരുമിച്ചാണ് നിസ്കരിക്കാത്ത ആൾക്കാർ വരുന്നത്. നിസ്കരിക്കാത്തവന്റെ, അതേപോലെ മുസ്ലിമിന്റെ കാഫിറിന്റെ ഇടയിൽ വേർതിരിവ് കൽപ്പിച്ചത് നിസ്കാരാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് ഒഴിവാക്കിയാൽ അവൻ കാഫിറായി എന്നാണ്, അവൻ കാഫിറായി. അതുകൊണ്ട് തന്നെ 5 നേരത്തെ നമസ്കാരങ്ങളെ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അള്ളാഹുവിനെ കൃത്യമായി റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചത് അവൻ കൃത്യമായി നമസ്കരിക്കുക എന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിനെ വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന സമീപനം നമ്മൾ ഒഴിവാക്കണം. റസൂൽ പ്രത്യേകം പറഞ്ഞില്ലേ, സുബഹി നമസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖിന് ഏറ്റവും ഭാരമേറിയ നമസ്കാരം സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. സ്വലാത്തുൽ ഫജ്ർ, സുബഹി നമസ്കാരവും ഇശാ നമസ്കാരവുമാണ്. രാത്രി വൈകിയുള്ള ഉറക്കം, ലഹരിയിൽ, അതേപോലെ മറ്റ് വ്യത്യസ്ത കാഴ്ചകളിൽ ആളുകൾക്ക് സുബഹി നഷ്ടപ്പെടുകയാണ്, ഇശ നഷ്ടപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് പഠിപ്പിച്ചത്. ബശ്ശിരിൽ മശായിന ഫിൽ ദുലം ഇലൽ മസാജിദ്, ഇരുട്ടിന്റെ മറവിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത്? ബിൻ നൂരി താമ്മ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് പൂർണ്ണമായ പ്രകാശം. ഇരുട്ടത്താണ്, അതല്ലെങ്കിൽ ആ വഴിയിലൂടെ നടന്നിങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോയൊരു മനുഷ്യൻ, അവന് പരലോകത്ത് എന്താണ്? അവന് സമ്പൂർണ്ണ പ്രകാശം അവന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂറത്ത് മറിയമിലെ ആയത്താണ്, അലാഉസ്സലാത്ത്, മുൻഗാമികളായ ആളുകൾ, പ്രവാചകന്റെ മുമ്പുള്ള തലമുറകൾ, അവർ നമസ്കാരം ഉപേക്ഷിച്ചു.
വത്തബഉ ശഹവാത്ത്, അവർക്ക് തോന്നിയ ഇച്ഛകളെ അവർ പിൻപറ്റി. ഫസൗഫ യൽഖൗന ഗയ്യ, അവരെന്ത് ചെയ്തു? ദുർമാർഗത്തിൽ അവർ പെട്ടു. എങ്ങനെയാണ് ദുർമാർഗത്തിൽപ്പെട്ടത്? നമസ്കാരം ഒഴിവാക്കുന്നതിലൂടെ അവർ ദുർമാർഗത്തിന്റെ വഴികളിലേക്ക് അവർ പെട്ടുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി നിങ്ങൾക്കറിയോ, ബർസഖിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷ, പ്രവാചകൻ ജിബ്രീലിന്റെ കൂടെ വ്യത്യസ്ത കാഴ്ചകൾ കണ്ടപ്പോ ബർസഖിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷ എന്താ? വളരെ ശക്തമായ ഭീതിജനകമായ ശിക്ഷ. ഒരു വലിയ പാറക്കല്ല് എടുത്തിട്ട് ഒരാള് തലയിലിട്ടിട്ട് തല ഇങ്ങനെ ചതച്ചു കളയുന്ന ഒരു ശിക്ഷ. ഒരു വട്ടം കൊണ്ട് അത് തീരുന്നില്ല, അയാളുടെ തല പൂർണ്ണ രൂപം പ്രാപിക്കുന്നു. വീണ്ടും ഒരു വ്യക്തി അയാളുടെ തലയിലേക്ക് കല്ലിടും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ്? തലന്റെ മേലെ ഇങ്ങനെ ഇട്ടിട്ട് തല ഇങ്ങനെ ഉടഞ്ഞു പോകുന്നു, അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മറുപടി എന്താണ്? നിർബന്ധ നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങിയ ആളുകൾക്കുള്ള ശിക്ഷയാണ് ബർസഖിൽ ഈ തലക്ക് മേലെ കല്ല്, ഇങ്ങനെ വലിയ പാറക്കല്ലുകൾ ഇട്ടിട്ടുള്ള ശിക്ഷ ബർസഖിൽ അനുഭവിക്കുന്ന ശിക്ഷയാണ്. നാലാമത് പ്രവാചകൻ ഉപദേശിച്ച ഉപദേശം എന്താണ്? ഈ 10 ഉപദേശങ്ങളിൽ നാലാമത്തെ പ്രവാചകൻ മുആദ് ബിൻ ജബലിന് ഉപദേശിച്ചത് വലാ തശ്റബന്ന ഖംറൻ, എന്ത് ചെയ്യരുത്? മദ്യപിക്കരുത് എന്നതാണ്. ലഹരി ഉപയോഗിക്കരുത്. ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, എല്ലാ ഫാഹിഷത്തിന്റെയും എല്ലാ തോന്നിവാസങ്ങളുടെയും ഹെഡാണ്, തലയാണ് യഥാർത്ഥത്തില് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി എന്നതാണ്. അല്ലെ, മദ്യപിക്കരുത് എന്നതാണ്. അത് മുഴുവൻ തിന്മകളുടെയും താക്കോലാണ്. മിഫ്താഹു ശർർ, തിന്മകളുടെ താക്കോലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അധികം വിശദീകരിക്കേണ്ടതില്ല. എല്ലാ വൃത്തികേടിലേക്കും മനുഷ്യനെ നയിക്കുന്ന തിന്മയാണ് ലഹരി. നമുക്കറിയാം അല്ലെ, പല തിന്മകളും പല കൊലപാതകങ്ങളും പല അപകടങ്ങളുടെയും വാർത്തയുടെ അതിന്റെ അടിവേരന്വേഷിച്ച് ചെല്ലുമ്പോ അയാൾ ലഹരി ഉപയോഗിച്ച ആളായിരുന്നു. പക്ഷെ പ്രവാചകന്റെ ഉപദേശം എത്ര ഈ പുതിയ കാലഘട്ടത്തിൽ എത്ര അത് എത്ര പ്രാധാന്യത്തോടെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. മദ്യപിച്ചാൽ എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറ വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഖുർആൻ പറഞ്ഞത്, വിശ്വാസികളെ, നിങ്ങൾ മദ്യം, ചൂതാട്ടം, അതേപോലെ തന്നെ പ്രശ്നം വെച്ചു നോക്കൽ, അതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിൽ നിന്നുള്ള മാലിന്യങ്ങളിൽപ്പെട്ടതാണ്, റിജ്സാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫജ്തനിബൂ, നിങ്ങൾ അതെല്ലാം ഒഴിവാക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണം. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ള, ശൈത്താൻ നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും തിന്മയും ഉണ്ടാക്കാനാണ് ഈ ലഹരിയിലൂടെ പിശാച് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന, നമ്മൾ ദിനേന കേൾക്കുന്ന വാർത്തകൾ, വ്യത്യസ്തങ്ങളായ വാർത്തകൾ, പിടിക്കപ്പെടുന്ന എല്ലാം മദ്യപിച്ച, ലഹരി ഉപയോഗിച്ച അത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വന്തം ഉമ്മയാരാണ്, സഹോദരിയാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകൾ. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മുഴുവൻ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് പുതിയ പേരുകളിൽ ഇട്ടിട്ട് അവസാന കാലഘട്ടത്തിൽ വരും എന്നാണ് നബി പറഞ്ഞത്. മുസ്ലിം വീടുകളിൽ, കല്യാണ വിരുന്നുകളിൽ, അതിന്റെ മുമ്പുള്ള രാവുകളിൽ മദ്യം വിളമ്പപ്പെടുന്ന കല്യാണ വീടുകൾ, അതേപോലെ തന്നെ അത്തരം DJ പാർട്ടികൾ, അത്തരം സെലിബ്രേഷനുകൾ ലഹരിയുടെ അകമ്പടിയോടെയാണ് നടക്കുന്നത്. ഇവിടെയാണ് പ്രവാചകൻ മുആദ് ബിൻ ജബൽ നൽകിയ നാലാമത്തെ ഉപദേശം, വലാ തശ്റബന്നൽ ഖംർ, ബുദ്ധിയെ മറപ്പിച്ചു കളയുന്ന, അല്ലെ, ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടെ അവന്റെ ബുദ്ധി മറിഞ്ഞുപോയി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി ലഹരിയെ എതിർത്തത്. ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, അത് മാതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഞ്ചാമത്തത് റസൂലുള്ളാഹി മുആദ് ബിൻ ജബൽ നൽകിയ ഉപദേശം, വഇയ്യാക വൽ മഅസിയ, അനുസരണക്കേടിനെ നീ സൂക്ഷിക്കുക. ഫഇന്ന ബിൽ മഅസിയതി ഹില്ലു സുഖ്തില്ല, അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്നാണ്. അനുസരണക്കേട് കാണിക്കുക എന്നതിനെ നീ സൂക്ഷിക്കണം. ആ അനുസരണക്കേട് എന്തിന് കാരണമാകും? അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടാൻ, കോപം കിട്ടാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് ആരെയാണ് അനുസരിക്കേണ്ടത്? ആദ്യം അനുസരിക്കേണ്ട വിശ്വാസികൾ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും അനുസരിക്കാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുവിനെയാണ്, റസൂലിനെയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം.
അപ്പൊ പ്രവാചകന്റെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കണം. വിശ്വാസികളുടെ നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ ഒരു ഉപദേശത്തിൽ, നിർദ്ദേശത്തിൽ, കൽപ്പനയിൽ സമീഅന, ഞങ്ങൾ കേട്ടു. റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന കാര്യം ഹറാമാണ്, ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല, ഇന്നത് തെറ്റാണ്. അപ്പൊ നമ്മളതിന് ന്യായങ്ങൾ നിരത്തുകയാണോ? അല്ലെങ്കിൽ ഞാൻ കുറെ കാലമായി നമ്മൾ ഉപയോഗിച്ചു പോരുന്നതാണ്, അല്ലെ എന്റെ കുടുംബമൊക്കെ അങ്ങനെ ചെയ്തു പോരുന്നതാണ്, ഞങ്ങളുടെ നാട്ടിലൊന്നും അതൊരു പ്രശ്നമല്ല, അല്ലെ പുതിയ 2026 പുതിയ കാലഘട്ടമാണ്, ഇതൊക്കെ ഈ പഴഞ്ചൻ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന ന്യായങ്ങളാണോ പറയേണ്ടത്? സമീഅന വഅതഅന, ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. എന്നാൽ ധിക്കാരികളുടെ, മുനാഫിക്കുകളുടെ സംസാരമാണ് സമീഅന വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു. വിശ്വാസികൾ പറയുന്നത് അനുസരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിലുള്ളത്, അള്ളാഹും റസൂലും പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാതിരുന്നുകൂടാ. അതാണ് സൂറത്ത് അഹ്സാബിലെ 26-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. ഒരു മുഅ്മിനിനും ഒരു മുഅ്മിനത്തിനും, സത്യവിശ്വാസിയായ ഒരു ആണിനും പെണ്ണിനും പാടുള്ളതല്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായം പാടുള്ളതല്ല. അള്ളാഹു റസൂലും പറഞ്ഞു എന്ന് പറയാം, നമ്മളൊരു സ്വന്തം അഭിപ്രായം അതിൽ പറയാൻ പറ്റില്ല. അത് അവിടെ തീർന്നു. റസൂൽ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. ഇത് പ്രവാചകന് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹിയാണ്. ആ വഹികളെല്ലാം ഹക്കാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നതായാൽ അവൻ വ്യക്തമായ വഴിപിഴവിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? നമ്മൾ പറഞ്ഞു, ഭരണാധികാരികളെ അനുസരിക്കണം. അപ്പൊ നിർബന്ധമായും അനുസരിക്കേണ്ട കാര്യങ്ങളിൽ അനുസരണക്കേടുണ്ടാകരുത്. എന്നാൽ അള്ളാഹുവിനും റസൂലിനും എതിരു പറയാത്തിടത്തോളമാണ് ആ അനുസരണത്തിന്റെ അടിസ്ഥാനം. അള്ളാഹുവിനും റസൂലിനും എതിരു പറയുകയാണെങ്കിലോ അതനുസരിക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യാൻ പറയുന്നു, ബിദ്അത്ത് ചെയ്യാൻ പറയുന്നു, ഒരു തിന്മ ചെയ്യാൻ പറയുന്നു, അത് നമുക്ക് ബാധ്യതയല്ല. കാരണം നമുക്ക് അള്ളാഹുവിനോടാണ് ആദ്യത്തെ കൂറ്. അതിനെതിരെ ആര് പറഞ്ഞാലും അതനുസരിക്കേണ്ടതില്ല എന്നതാണ്. അപ്പോ പ്രവാചകൻ പറഞ്ഞ 10 ഉപദേശങ്ങളിൽ 5 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിൽ പാലിച്ച് പകർത്തി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ നൽകിയ 10 ഉപദേശങ്ങളിൽ അതിലെ ഗൗരവമേറിയ ആദ്യത്തെ 5 ഉപദേശങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇതെല്ലാം ഓരോ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും ഇത് വേറെ ആരോടെങ്കിലുമൊക്കെയാണ് എന്ന് മനസ്സിലാക്കാതെ, ഇതൊക്കെ എന്നോടാണ്, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഓരോരുത്തരോടുമാണ് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ 6ാമത്തത് മുആദ് ബിൻ ജബൽ പറയാണ്, 6ാമത് എന്നെ പ്രവാചകൻ ഉപദേശിച്ചത് വയ്യാക വൽ ഫിറാർ മിനസ്സഹ് വഇൻ ഹലക്കൻ നാസ്. പ്രവാചകൻ എന്നെ ഉപദേശിച്ചത് ഘോര യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. ഇതൊരു പക്ഷെ നമുക്ക് നേരിട്ട് ബാധകമായ കാര്യമല്ല. ഘോര യുദ്ധം നടക്കുന്നിടത്തു നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകരുത്, പിന്തിരിഞ്ഞോടിക്കളയരുത്. വൈൻ ഹലക്കന്നാസ്, ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരുന്നാലും ശരി അവിടെ ഉറച്ചു നിൽക്കണം. ഇത് വളരെ ഗൗരവത്തോടുകൂടെ പ്രവാചകൻ മുആദ് ബിൻ ജബലിന് കൊടുക്കുകയാണ്. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് അത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ അത് വൻപാപങ്ങളിൽ വളരെ ഗൗരവമേറിയ കാര്യമായിട്ടാണ് പ്രവാചകൻ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹിയെ പഠിപ്പിച്ചത്. അത്തരം സംഘട്ടനങ്ങളിൽ, അതല്ലെങ്കിൽ അത്തരം ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്കുകളിൽ, അതിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ ഒരാൾ അതിൽ നിന്ന് വലിഞ്ഞു കളയുക, പിന്തിരിഞ്ഞു കളയുക എന്നത് ആ ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് ഇവിടെ ഒരു ഘോര യുദ്ധമാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾ നടത്തുന്ന വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ ഒന്നിച്ചു പോകുന്ന ഒരു ടീം, പക്ഷെ അവിടെ നിന്ന് അതിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് 1-2 പേർ പിരിഞ്ഞു കളയുക എന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്.
അപ്പൊ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അവിടെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിന്റെ അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കുക എന്നത് നമ്മൾ അതിൽ കാണേണ്ട കാര്യമാണ്. ഏഴാമത്തത് പ്രവാചകൻ പറഞ്ഞത്, നീ ഒരു ജനതയിൽ, നിന്റെ നാട്ടിൽ നീ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ നീ ഉണ്ടായിരിക്കെ അവിടെ ഒരു മരണം സംഭവിച്ചു, നീ അവരിൽ ഉണ്ടായിരിക്കെയാണ് അവിടെ ഒരു മൗത്ത് നടന്നത്, ഒരു മരണം നടന്നിരിക്കുന്നത്. അങ്ങനെ നടന്നാൽ നീ അവിടെ നിൽക്കണം, അവിടുന്ന് പോയി കളയരുത് എന്നാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കണം, ജനാസകളിൽ പങ്കെടുക്കണം, അതിന്റെ മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകണം. ഒരു മരണം നടന്നു നമ്മുടെ വീട്ടിന്റെ അടുത്തോ നമ്മുടെ നാട്ടിലോ നമ്മളെ ബന്ധപ്പെട്ട ഇടത്തോ ഒക്കെ നടന്നു, നമ്മൾ സാധാരണയുള്ള കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ മുഴുകി നമ്മൾ അതിലൊന്നും കണ്ടതും കേട്ടതും അറിയാതെ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി പറ്റുമെങ്കിൽ അത് നമ്മൾ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി അതിൽ ഭാഗവാക്കാകണം. എന്നാണ് റസൂൽ പറഞ്ഞത്, നീ അവിടെ നിൽക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടണം. അതിന് വലിയ പ്രതിഫലമാണ്. 2 ഖിറാത്ത് അല്ലെ, ഒരാളെ ജനാസ കുളിപ്പിക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരാൾ ഇൻവോൾവ് ആയി, ജനാസയുടെ കൂടെ പള്ളിയിലേക്ക് പോയി, ജനാസ നമസ്കരിച്ചു, അങ്ങനെ ഖബറിടത്തിലേക്ക് പോയി, അയാൾക്ക് എത്ര 2 ഖിറാത്ത് പ്രതിഫലമാണ്. ഒരു ഖിറാത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ മരണം സംഭവിച്ചാൽ അവിടെ നൽകി. ഇതാണ് റസൂൽ 7ാമത് നൽകിയ ഉപദേശം. 8ാമത് പ്രവാചകൻ പറഞ്ഞ ഉപദേശം, ഒരു വിശ്വാസി അവന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശം എന്താണ്? കുടുംബത്തിനു വേണ്ടി നീ ചെലവഴിക്കുക എന്നാണ്. കഴിയും വിധം നീ കുടുംബത്തിനു വേണ്ടി നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ ചെലവഴിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് പുണ്യമുണ്ട്, പ്രാധാന്യമുണ്ട്. അതേപോലെ കുടുംബത്തിനു വേണ്ടി നീ ചെലവഴിക്കണം, കുടുംബത്തിനു വേണ്ടി നീ മാറ്റിവെക്കണം. അത് പണിക്കു പോകാതെ ചടഞ്ഞിരിക്കുന്നത് നിഷിദ്ധമാണെന്ന് പ്രവാചകൻ പറഞ്ഞു. തവക്കുലാക്കി ഒരു വിഭാഗം ആളുകൾ പള്ളിയിൽ കയറി ദിക്ർ ചൊല്ലി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് റിസ്ക് തരുമെന്നാണ്. അദ്ദേഹം കയ്യിലുള്ള വടി ഇങ്ങനെ പുറത്തെടുത്തപ്പെടാൻ ആളുകൾ ഇറങ്ങിപ്പോയത്. അദ്ദേഹം പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഏറ്റവും നല്ല സമ്പാദ്യം തന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് റസൂൽ പറഞ്ഞു. അതിൽ ഏറ്റവും നല്ല ചിലവഴിക്കൽ കുടുംബത്തിനു വേണ്ടിയുള്ള ചിലവഴിക്കലാണ്. ഭാര്യക്ക്, അതേപോലെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, കുടുംബത്തിന്. അവിടെ സ്വതക്കയും സക്കാത്തും പറഞ്ഞെടുത്ത് പോലും റസൂല പറഞ്ഞത് കുടുംബത്തെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ തന്റെ സമ്പാദ്യം വലിയൊരു ഓഹരി അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അനുവദിച്ചു കൊടുത്തില്ല. എല്ലാം ഫീ സബീലിൽ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ തരികയാണ്. റസൂൽ അനുവദിച്ചില്ല. പകുതി തരികയാണ്, റസൂൽ വാങ്ങിയില്ല. അവസാനം 1/3 പ്രവാചകൻ വാങ്ങിയത്. എന്നിട്ട് പറഞ്ഞു ഇതാണ് മാക്സിമം, 1/3 സ്വത്തിന്റെ. എന്നിട്ട് റസൂൽ ഒരു വാചകം പറഞ്ഞു, നിന്റെ മക്കളെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥയിൽ, പട്ടിണി ഇടുന്ന അവസ്ഥയിലേക്ക് നീ നിന്റെ ശേഷക്കാരെ മാറ്റരുത്, അവർക്ക് ബാക്കി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. 9ാമത്തെ കാര്യം റസൂല പറഞ്ഞത്, വലാ തർഫ അൻഹും അസ്വാക അദബൻ, നിന്റെ ശിക്ഷണ വടി, അദബിന്റെ മര്യാദയുടെ വടി അവരിൽ നിന്ന് എടുത്തു മാറ്റരുത്, കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റരുത്. വടി എന്ന് പറയുന്നത് സാധാരണ വടി എന്നല്ല, ഒരു പ്രയോഗമാണ്. നിരന്തരമായി അവരെ ഉപദേശിക്കണം, അത് ഒഴിവാക്കരുത്. തെറ്റുകൾ തിരുത്തണം, നന്മകൾ കൽപ്പിക്കണം, ആ നസീഹത്തുകൾ തുടരണം, ആ തർബിയത്തുകൾ ഉണ്ടാക്കണം. അതാണ് ശിക്ഷണ വടി. അദബ് പഠിപ്പിക്കുന്ന രീതി ഒരു ഗൃഹനാഥൻ എന്ന നിലക്ക്, ഗൃഹനാഥ എന്ന നിലക്ക് ഒരു വീട്ടിലെ ഒരു സ്ത്രീയും പുരുഷനുമെല്ലാം അതൊരിക്കലും നിർത്തിവെക്കരുത്, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. 10ാമത് റസൂൽ പറഞ്ഞത്, വഖ്ഫിഹിം ഫില്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം അവരിൽ നീ വളർത്തണം. ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ അവർക്ക് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പറ്റിയുള്ള ദൈവ ഭയം, അള്ളാഹിനെ പറ്റിയുള്ള പേടി അവർക്ക് എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ, അതേപോലെ തന്നെ തിന്മകളുടെ ഗൗരവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവരോടുള്ള സ്വഭാവ മഹിമകൾ പറഞ്ഞു കൊടുക്കാൻ, ആ നിലക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ഭയം അവരുടെ മനസ്സുകളിൽ, അതൊരു മദ്രസ സംവിധാനത്തിലൂടെയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിജ്ഞാന നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട തർബിയത്ത്, ആ തർബിയത്ത് പ്രത്യേകമായി പരിഗണിക്കണം. ഇങ്ങനെ 10 ഉപദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിന് നൽകിയത്. നമ്മളോട് കൂടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.